നിർധന കുടുംബത്തിലെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് മലപ്പുറം MSP സ്കൂളിന് സമീപം MSP ക്വാർട്ടേഴ്സ് പരിസരത്ത് വെച്ച് പീഡിപ്പിക്കപ്പെട്ടതായി ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. വാർത്ത പുറത്തറിഞ്ഞതോടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികളെ പുറത്താക്കുകയും സംഭവം സംബന്ധിച്ച് വിശദാന്വേഷണം നടത്താൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നു. സ്കൂൾ യുവജനോത്സവ ദിവസം നടന്ന സംഭവം സംബന്ധിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും എന്നാൽ ഇതുവരെ സ്കൂൾ അധികൃതർ പോലീസിന് പരാതി നൽകിയിട്ടില്ല. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ളതും മലബാർ സ്പെഷ്യൽ പോലീസ് കമാൻഡന്റ് മാനേജറായതുമായ മലപ്പുറം MSP സ്കൂളിൽ നടന്ന സംഭവം ഒതുക്കി തീർക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഔട്ട്റേജ് ഇൻ ദ മോഡസ്റ്റി ഓഫ് എ വുമൻ എന്നുള്ള IPCയിലെ 354 വകുപ്പ് അനുസരിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട അത്യാവശ്യം ഈ കാര്യത്തിലുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിൽ കുട്ടിയെ ക്യാരിയിങ് ആണോ അല്ലെങ്കിൽ കുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ടോ, അത് ഒരാളാണോ അനവധി പേരാണോ, അതിനകത്ത് മറ്റുള്ള പോലീസുകാർക്കും കൂടി ഉത്തരവാദിത്തമുണ്ടോ, MSPയിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തമുണ്ടോ, ഈ കാര്യങ്ങൾ കൂടി അന്വേഷണ വിധേയമാക്കണം. അങ്ങനെ അത് ഒരു പ്രത്യേകിച്ചും ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഈ ഇത്തരം പീഡനങ്ങൾക്ക് വിധേയമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അതിന് ഒരു തരത്തിലുള്ള എക്സ്ക്യൂസുമില്ല. പുറത്താക്കിയ 8ാം ക്ലാസ് വിദ്യാർത്ഥികളെ ബലിയാടുകളാക്കി സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പലരെയും രക്ഷിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. സംഭവം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാത്തത് സംബന്ധിച്ച വിശദീകരണം നൽകാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ല. പെൺകുട്ടിയുടെ കുടുംബവും ഭീഷണി മൂലമാണ് പരാതി നൽകാൻ തയ്യാറാകാത്തതെന്നും ആക്ഷേപമുണ്ട്. ആർ രാധാകൃഷ്ണൻ, ജയ്ഹിന്ദ് ന്യൂസ്, മലപ്പുറം.